എൻ്റെ പുറകിൽ കാണുന്നത് ഇപ്പോൾ മാറ്റിപ്പിടിക്കുക. ഇപ്പം കുറച്ച് മുമ്പ് കാറ്റടിച്ചത് ശേഷം മരങ്ങൾ കടപുഴകി വീഴുകയും അത് പാർക്ക് ചെയ്ത 2 വണ്ടികളുടെ ആളിൻ്റെ മേത്ത് ഒക്കെ അപകടം ഉണ്ടാകുകയും ചെയ്തിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വാഹന ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്ന് അതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ദൃക്സാക്ഷികൾ പല്ലോട്ട് കാര്യമായിട്ട്. എന്നാൽ ഇതിലെ കടന്നുപോയ വണ്ടിയുടെ പുറകിൽ ഒരു ജസ്റ്റ് മിസ്സായ ആൾക്കാർ തന്നെയുണ്ട്. ഒരു വണ്ടി നിറച്ചു ആളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അതിനെക്കുറിച്ചൊരു ഇത്രയും മോന്തരം ഇത് വലിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈൻ നേരെയാക്കിയാൽ മാത്രമേ നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കൂ. ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു, അല്ല ട്രാൻസ്ഫോമർ ഇല്ലായിരുന്നു, പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നു. ചേഞ്ച് ഓവർ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ അത് JCB ക്രെയിനിനെ കെട്ടി വലിച്ച് 2 സൈഡിൽ നിന്ന് കെട്ടിയെടുത്തിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. എന്തോ അവിടെ ഒരു ഉടക്കണ്ടായിട്ട് തോന്നി. അപ്പോൾ അത് അയച്ചിടാൻ ഉടക്കുകയും ചെയ്തു. അപ്പോൾ അത് കറക്റ്റാക്കി ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഫീസേഴ്സ് ഉണ്ട് ഇവിടെ. JCBയുടെ തന്നെ പല ഉദ്യോഗസ്ഥരുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള മരങ്ങൾ ഇപ്പോൾ ഇത് 2 തേക്കാണ്. നല്ല ഇനി ഇതുപോലെ തന്നെ അത്രയും ഇതുപോലെ തന്നെയുള്ള തേക്കുകൾ നിൽക്കട്ടെ. ഇത് തന്നെ അടുത്ത ദിവസം വെട്ടി മാറ്റും എന്നാണ് തോന്നുന്നത്. കാരണം ഇതുപോലുള്ള തേക്ക് മരങ്ങളുടെ ചോട്ടിൽ വേര് ഒട്ടും ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. ഇത് ഇപ്പോൾ വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ പറയുന്ന സമയത്ത് താഴെയൊന്നും കേൾക്കാതെ ഓടി നിറയ്ക്കുകയാണ്. ആൾക്കാരൊക്കെ ഒന്നും 10 മിനിറ്റ് നിൽക്കാനുള്ള വിഷയമില്ല. കേബിൾ വലിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേഴ്സ് പോവും. ശരി. ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന സ്ഥലത്തിന് മണ്ടയ്ക്ക് തന്നെയാണ് ആ തേക്ക് വന്ന് വേണ്ടിയിരിക്കുന്നത്. അകത്തുണ്ടായിരുന്ന ആളിന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. പക്ഷെ എന്നാലും ചെറിയ പരക്കുകളുണ്ട്. ഇതിന് ആ സമയത്ത് കടന്നുപോയ 2 വണ്ടികളുടെ മണ്ടയ്ക്ക് വീണില്ലാതെ കണ്ടത് നമുക്കറിയാം. അത്ര ഇതിൻ്റെ ചോട് ഒന്ന് ദ്രവിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഇടയിലൂടെ വെയിൽ പോലില്ല. തായ് ഒന്നും ഇല്ലാന്ന് നമുക്ക് തോന്നുന്നു.